Good morning. നമ്മൾ മൊഡ്യൂൾ 4 ലാസ്റ്റ് പോർഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ദറ്റ് ഈസ് കോൺസെപ്റ്റ്സ് ഓഫ് ഡീറ്റെയിലിംഗ് ഓഫ് കണ്ടിന്യൂസ് സ്ലാബ് ആൻഡ് കോഡ് കോഎഫിഷ്യൻസ്. So far we have learned what are the types of slabs, one-way slab and two-way slab, and how the load gets distributed in a one-way slab, and then we have discussed one-way slab is simply supported and cantilever slab. Again, third type slab ആണ് continuous slab. So continuous slabിൽ ഒരു അഡീഷണൽ കോഎഫിഷ്യൻസ് വരുന്നുണ്ട്. നമ്മൾ മൊമെൻറ്റ് സാധാരണ കാണുന്നത് WL²/8 അങ്ങനെ ഓരോ വാല്യൂസ് ആണ് അല്ലേ. WL²/8 എന്നാണ്, അല്ലെങ്കിൽ WL²/2. ഇതാണ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കാൻറ്റിലിവർ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇതേപോലെ കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ we multiply the moment and the shear force values with certain coefficients. അതിനെയാണ് കോഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ IS 456. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വരുന്ന ഡിഫറൻസ്. പിന്നെ നമ്മൾ L/D റേഷ്യോ എടുക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഡിഫറെൻറ്റ്. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആണ്. ഓക്കെ, സോ അതെന്താണ് ആ ഡിഫറൻസ് വരുന്നത്, എങ്ങനെയാണ് ഇതിൽ ലോഡ് ആക്ഷൻ എന്ന് നോക്കാം. സോ വൺ വേ കണ്ടിന്യൂസ് സ്ലാബ്സ്. സോ വൺ വേ കണ്ടിന്യൂസ് സ്ലാബ്, വൺ വേ സ്ലാബ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. വാട്ട് ഈസ് വൺ വേ കണ്ടിന്യൂസ് സ്ലാബ്? ഓക്കെ, സോ ഇതാണ് ഒരു വൺ വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ, ഇതാണ് വൺ വേ സ്ലാബ്. ഓക്കെ, അഗെയിൻ സപ്പോസ് ഇഫ് യു ആർ, ഞാനിവിടെ ഇങ്ങനെ ഒരു റൂം വരയ്ക്കുകയാണ്. ഓക്കെ, so this is a room, suppose ഇതൊരു റൂമാണ്, ആൻഡ് ദിസ് റൂം ഈസ് സപ്പോർട്ടഡ് ബൈ, ഈ റൂമിൽ ഇങ്ങനെ കുറച്ച് ബീംസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ തന്നെ കാണാം. ഓക്കെ, ഒരു സ്ലാബ് കാണും. ആ സ്ലാബിൽ ക്ലാസ് റൂമിൻ്റെ ആ ഒരു സ്പാനിൽ യു ക്യാൻ സീ നമ്പർ ഓഫ് ബീംസ്. ഓക്കെ, അപ്പോൾ രണ്ട് വോൾ സപ്പോർട്ട്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു സ്ലാബ് എന്തായിരിക്കും? ദിസ് ഇസ് വൺ വേ സ്ലാബ്, ബിക്കോസ് ലോങ്ങർ സ്പാൻ ആണ്. ഓക്കെ, ഒരു സ്പാനിനേക്കാളും 2 times ഗ്രേറ്റർ ആണ് വേറെ ഒരു ഡയറക്ഷനിലെ സ്പാൻ, റൈറ്റ് ആംഗിൾസിലെ സ്പാൻ. അതുകൊണ്ട് ഇത് ഒരു വൺ വേ സ്ലാബാണ്. ആൻഡ് ദിസ് ഇസ് അനദർ വൺ വേ സ്ലാബ്. ഓക്കെ, അപ്പോൾ ഈ വൺ വേ സ്ലാബ്സ് ഇഫ് ദേ ആർ സപ്പോർട്ടഡ് ഓൺ ഇൻ്റർമീഡിയറ്റ് ബീംസ്, ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ബീംസ് ആണ്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ബീംസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സ്, ഇൻ്റർമീഡിയറ്റ് ബീംസ് അല്ലെങ്കിൽ വോൾസ് വെച്ച് സപ്പോർട്ട് ചെയ്തെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് സ്ലാബ്സ് നോൺ ആസ് വൺ വേ കണ്ടിന്യൂസ് സ്ലാബ്, അതായത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഓക്കെ, സോ വൺ വേ സ്ലാബ് വിച്ച് ഇസ് സപ്പോർട്ടഡ് ബൈ ഇൻ്റർമീഡിയറ്റ് വോൾസ് ഓർ ബീംസ് ആർ നോൺ ആസ് വൺ വേ കണ്ടിന്യൂസ് സ്ലാബ്. അതായത് അത് കണ്ടിന്യൂസ് പാറ്റേണിൽ പോകുമായിരിക്കും. സോ ഇറ്റ് വിൽ ഹാവ് 3 or more സ്പാൻസ്, ആൻഡ് ദ റേഷ്യോ ഓഫ് ലോങ്ങർ സ്പാൻ ടു ഷോർട്ടർ സ്പാൻ, L/B റേഷ്യോ അല്ലെങ്കിൽ L/LX റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 2. അതുകൊണ്ടാണ് വൺ വേ സ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് വൺ വേ സ്ലാബ്. And this slab will bend in one direction, that is direction along its shorter span. അപ്പോൾ ഇതിൽ ബെൻഡിങ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബെൻഡ് ഇൻ അലോങ് ദിസ് പോർഷൻ. ഇങ്ങനെയായിരിക്കും ബെൻഡിങ്, ഈ ഷോർട്ടർ ഡയറക്ഷൻ അലോങ് ആയിട്ടായിരിക്കും ബെൻഡ് ചെയ്യുക. ഓക്കെ, അഗെയിൻ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ സപ്പോർട്ടുണ്ട്, റൈറ്റ്? ഇതിങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുന്നത്, പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് വരുന്നുണ്ട്. സോ സപ്പോർട്ടിൽ എപ്പോഴും സപ്പോർട്ടിൻ്റെ റിയാക്ഷൻസ് എങ്ങോട്ടായിരിക്കും? സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ടോപ്പിലേക്കായിരിക്കും. ഓക്കെ, ഈ സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ടോപ്പിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു യു ക്യാൻ സി ഈ ഒരു പോർഷനിലായിട്ട് ഒരു നെഗറ്റീവ് മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു നെഗറ്റീവ് മൊമെൻ്റ് ഈ ഒരു പോർഷനിലുണ്ടാകും, സിൻസ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ബീം. ഒരു കണ്ടിന്യൂസ് ബീമിൻ്റെ കേസ് നമുക്കറിയാം. ഇതൊരു കണ്ടിന്യൂസ് സ്ലാബാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ബീമിൻ്റെ കേസസിൽ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, മൊമെൻറ്റ് എങ്ങനെയാണെന്ന്. ഇങ്ങനെയാണ് മൊമെൻറ്റ് നമ്മൾ വരയ്ക്കുക അല്ലേ. അതായത്
ഇത് പോസിറ്റീവ് മൊമെൻറ്റും ഇവിടെ നെഗറ്റീവ് മൊമെൻറ്റ്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ സപ്പോർട്ടിൻ്റെ സ്ഥലത്തായിട്ട് നെഗറ്റീവ് മൊമെൻറ്റും ഇവിടെ പോസിറ്റീവ് മൊമെൻറ്റുമാണ് വരുന്നത്. ഓക്കെ, ആൻഡ് സോ WL²/8 ആയിരിക്കില്ല വരുന്നത്. ദേ വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ടിൽ വേറൊരു മൊമെൻറ്റ്, അതുപോലെ തന്നെ സ്പാനിൽ വേറൊരു മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ സപ്പോർട്ടിലൊരു മൊമെൻറ്റ്, സ്പാനിൽ വേറെ മൊമെൻ്റ് ആയിരിക്കും, മൊമെൻറ്റിന് വാല്യൂ ആയിരിക്കും. ക്ലിയർ? സോ ഇതാണ് ഇവിടെയുള്ള ഡിഫറൻസ്. സോ യു ക്യാൻ സീ ഹിയർ, ഇവിടെ ഇങ്ങനെ സപ്പോർട്ട്സ് വരുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബെൻഡ് ഇൻ ദിസ് മാനർ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ബെൻഡിങ് സംഭവിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ടെൻഷനാണ്. ഓക്കെ, ഇവിടെ ടെൻഷൻ വരുന്നത് എവിടെയാണ്? ഈ ഒരു സോണിൽ ടെൻഷൻ. ഇവിടെ ഈ സപ്പോർട്ടിൻ്റെ കേസിൽ വരുമ്പോൾ ടോപ്പിലായിരിക്കും ടെൻഷൻ. നമ്മൾ ടെൻഷൻ എവിടെയാണോ ഉള്ളത്, ടെൻഷൻ എവിടെയാണോ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സസ് എവിടെയാണോ ഡെവലപ്പ് ചെയ്യുന്നത്, അവിടെയാണ് മെയിൻ ബാർസ് അല്ലെങ്കിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ, ഈ ഒരു കണ്ടിന്യൂസ് സ്ലാബിൻ്റെ കേസിൽ, ഓക്കെ, കണ്ടിന്യൂസ് സ്ലാബിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? സപ്പോർട്ട് പോർഷനിൽ ടോപ്പിലായിരിക്കും നമ്മൾ ബാർ പ്രൊവൈഡ് ചെയ്യുന്നത്, വേറാസ് ഇതിൻ്റെ സ്പാൻ പോർഷനിൽ ബോട്ടത്തിലായിരിക്കും ടെൻഷൻ ബാർസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതായത് എങ്ങനെ കറക്റ്റായിട്ട് കാണിക്കാം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ബാർ ഇങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബാർസ്, നമ്മൾ മെയിൻ ബാർ ഇങ്ങനെ കൊടുക്കും. ക്ലിയർ? മെയിൻ ബാർ ഇങ്ങനെ പോകും. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. മെയിൻ ബാർ, ഇപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ ഇവിടെ മെയിൻ ബാർ, ഓക്കെ, കണ്ടിന്യൂസ് സ്ലാബിൻ്റെ ബെൻഡിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ടെൻഷൻ ആൻഡ് ടോപ്പിൽ ടെൻഷൻ. ഓക്കെ, സോ ഈ ഒരു കേസിൽ എങ്ങനെയായിരിക്കും? ഷോർട്ടർ സ്പാനിന് എലോങ് ആയിട്ടായിരിക്കും നമ്മൾ മെയിൻ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ബാർ എങ്ങനെ പോകും? ഇങ്ങനെയായിരിക്കും മെയിൻ ബാർ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ മെയിൻ ബാർ നമ്മൾ ഇങ്ങനെ കൊടുക്കും. അത് കൂടാതെ തന്നെ ഇത് ബോട്ടത്തിലായിരിക്കും കൊടുക്കുക. ഓക്കെ, ഈ ഒരു മെയിൻ ബാർ എന്ന് വെച്ചാൽ ബോട്ടത്തിലായിരിക്കും കൊടുക്കുക. അഗെയിൻ ഈ ടോപ്പിലും ടെൻഷൻ വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ടോപ്പിലും ടെൻഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ടോപ്പിലും ബാർസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ടോപ്പിലും കൂടെ ഇങ്ങനെ ബാർസ്, മെയിൻ ബാർസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇങ്ങനെ മെയിൻ ബാർസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ മെയിൻ ബാർസ് പ്രൊവൈഡ് ചെയ്യുക? ടോപ്പിലും പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ഈ ടോപ്പിലും പ്രൊവൈഡ് ചെയ്യും, അതുപോലെ ഇങ്ങനെയും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ബാർസ്. ഓക്കെ, ഇത് ബോട്ടത്തിലും ഉള്ള ബാറ്, ആൻഡ് ഈ റെഡ് കളർ വെച്ച് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാറാണ്. ഓക്കെ, അതായത് സപ്പോർട്ടിൻ്റെ സൈഡിലായിരിക്കും ടോപ്പിൽ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആൻഡ് ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്ലാബിൻ്റെ ബോട്ടം എന്ന് വെച്ചാൽ ഈ ഹോൾ സ്ലാബ്, കാരണം ഈ ഒരു സ്പാൻഡ് ഇവിടെ വരും, ഈ ഒരു സ്പാൻഡ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അതല്ലാതെയും കൊടുക്കാം. ബെൻഡപ്പ് ബാർസ് എന്ന് പറയും, നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ടോപ്പിൽ ഈ നെഗറ്റീവ് മൊമെൻറ്റ് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ യൂഷ്വലി ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ നമ്മൾ കേസിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തായിരുന്നു കൊടുക്കുന്നത്. ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ? ഈ ടോപ്പിൽ എപ്പോഴും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ കേസിൽ എപ്പോഴും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പിൽ മെയിൻ ബാർസ് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കിങ്ങനെ ബെൻഡ് ചെയ്തും കൊടുക്കാം, അതല്ലാതെയും കൊടുക്കാം. ഓക്കെ, ബെൻഡ് ചെയ്തല്ലാതെ ഇങ്ങനെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയും, അതുപോലെ ഈ ടോപ്പിൽ മാത്രമായിട്ട് ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ലാബ് എടുക്കുകയാണെങ്കിൽ ഈ സ്ലാബിൻ്റെ
ഓക്കെ, ഇവിടെ ബീമുണ്ട്, ഇത് സപ്പോർട്ട്. ഒരു കണ്ടിന്യൂസ് സ്ലാബ് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് സപ്പോർട്ട് ആൻഡ് ഇവിടെ 2 ബീംസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ബാർ, ഈ സ്പാൻ പോർഷനിൽ മെയിൻ ബാർ വരും അല്ലേ? അതേപോലെ ഈ സപ്പോർട്ട് പോർഷനിൽ ഇങ്ങനെയും വരും. ടോപ്പിൽ, സപ്പോർട്ടിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ടെൻഷൻ പാസ് കൊടുക്കും, അവിടെ ടെൻഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? അപ്പോൾ ഇതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബെൻഡ് അപ്പ് ബാർസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ബെൻഡ് ചെയ്ത് നമുക്കൊരു സിംഗിൾ ബാർ ഇങ്ങനെ ഓരോ സ്പാനിലും ഇങ്ങനെ ബാർസ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് either ബെൻഡ് അപ്പ് ബാർസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ബാർസ് തന്നെ ടോപ്പിലും ബോട്ടത്തിലും അങ്ങനെ പല രീതിയിലും കൊടുക്കും. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ബാർസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ നമ്മളൊരു സൈറ്റ് വർക്കിന് പോയാലോ അവിടെ നമ്മുടെ കയ്യിൽ ഡ്രോയിങ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ഡിസൈൻ ഡ്രോയിങ്സേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ഡ്രോയിങ്സ് നോക്കിയിട്ട് ആണ് സൈറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഓക്കെ 10 mm മെയിൻ ബാർ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാർ ഏത് ഡയറക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഓഫ് ഹൗ യു പ്രൊവൈഡ് ബാർസ്, എങ്ങനെയാണ് മെയിൻ ബാർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ ഡ്രോയിങ്ങിൽ നോക്കി 10 mm ഡയാ ബാർസ് ആണ്. അപ്പോൾ ആ 10 mm ഡയാ ബാർസ് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? ഷോർട്ടർ സ്പാനിന് ലോങ് ആയിട്ടായിരിക്കും. 10 mm എന്നല്ല, അതായത് ഏതാണോ മെയിൻ ബാർസ് എവിടെയാണോ മെയിൻ ബാർസ് എപ്പോഴും ഷോർട്ടർ സ്പാനിന് പാരലായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ സപ്പോസ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ സപ്പോസ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിലുള്ള ബാർസ് ചുമ്മാതെ ഇങ്ങനെ നിർത്താൻ പറ്റില്ല അല്ലേ? അതിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. അതുമാത്രമല്ല ഒരു സ്പേസിങ്ങിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ചെയേഴ്സ് എന്ന് വെച്ചാൽ ചെറിയ സ്പേസേഴ്സ് പോലത്തെ സംഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയേഴ്സൊക്കെ. ഓക്കെ, അതായത് ചെറിയ മൈൽഡ് സ്റ്റീൽ ബാർസാണ്. അത് നമ്മളിങ്ങനെ വളച്ചിങ്ങനെ കൊടുക്കും. ഓക്കെ, അത് വളച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു സ്പേസിങ്ങിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഈ ടോപ്പിലെ ബാറിനെ സപ്പോർട്ട് ചെയ്ത് നിന്നോളും. അപ്പോൾ ഇങ്ങനെ ചെയേഴ്സും പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം സൈറ്റിൽ നിങ്ങൾ ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് പോയി സൈറ്റിലും അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സിലൊക്കെ പോയിട്ട് എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേ ചെയ്യുന്നത് എന്ന് അത് പല രീതിയിലായിരിക്കും. ഓരോ കോൺട്രാക്ടേഴ്സും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ചിലർ ബെൻഡപ്പ് ചെയ്ത് കൊടുക്കും, ചിലർ ഇങ്ങനെ ചെയേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എന്ത് ഓപ്ഷൻസ് തന്നെ ആയാലും എപ്പോഴും മെയിൻ ബാർ ഷോർട്ടർ സ്പാനിലും ഡിസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ഡിറക്ഷനിലും ആയിരിക്കും. ലോങ്ങർ സ്പാനിന് പാരലലായിട്ടും ആയിരിക്കും. ഓക്കെ, കാരണം ബെൻഡിങ് എപ്പോഴും ഏത് ഡയറക്ഷനിലാണ്? ഷോർട്ടർ സ്പാനിന് ലോങ് ആയിട്ടാണ്. അപ്പോൾ ബെൻഡിങ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സപ്പോർട്ട്, മെയിൻ ബാറിൻ്റെ സപ്പോർട്ട് കൊടുക്കണം. അത് ലോങ്ങർ സ്പാനിൽ കൊടുക്കുകയാണെങ്കിൽ ക്യാൻ ബി റെസിസ്റ്റ് ബെൻഡിങ്? നോ. ഓക്കെ, സോ ഇതാണപ്പോൾ ഒരു ജനറൽ ഐഡിയ. അപ്പം ഇങ്ങനെ സാഗിങ് മൊമെൻറ്റ്, ഓക്കെ, പോസിറ്റീവ് മൊമെൻറ്റ്, ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതിന്, ഡൗൺവേർഡ് ബെൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ ഡൗൺവേർഡുള്ള മൊമെൻറ്റിനെ പോസിറ്റീവ് മൊമെൻറ്റ്, സാഗിങ് മൊമെൻ്റ് എന്നും ഇത് നെഗറ്റീവ് മൊമെൻ്റ് എന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കേസസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അത് നിങ്ങൾ ഈ 2 ടേബിൾ നോക്കിയാൽ മാത്രം മതി, ടേബിൾ 12 ആൻഡ് ടേബിൾ 13. ഓക്കെ, സോ ടേബിൾ 12 സ്പാനിലെ മൊമെൻറ്റും സപ്പോർട്ടിലെ മൊമെൻറ്റും നമ്മൾ പറഞ്ഞു. സ്പാനിലും സപ്പോർട്ടിലും ഡിഫറെൻറ്റ് മൊമെൻ്റാണ്. സ്പാനിൽ പോസിറ്റീവ് മൊമെൻ്റ് ആണ്. ഓക്കെ, സ്പാനിൽ പോസിറ്റീവ് മൊമെൻറ്റും സപ്പോർട്ടിൽ നെഗറ്റീവ് മൊമെൻറ്റും ആണെന്ന് പറഞ്ഞു. ഓക്കെ, എഗെയിൻ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഉണ്ടാകും. 2 കേസസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഒന്ന് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആൻഡ് ഫിക്സ്ഡ്. ഓക്കെ, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ
കോഎഫിഷ്യൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അഗെയിൻ ലൈവ് ലോഡ് ഫിക്സ്ഡ് അല്ല എങ്കിൽ, okay, if the live load is not fixed, what we take these coefficients. ഓക്കെ, അപ്പോൾ ഈ കോഎഫിഷ്യൻസ് എന്ന് വെച്ചാൽ ഒന്നുമല്ല, നമ്മൾ WL² ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോഎഫിഷ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കണ്ടീഷനും ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ് ആയിരിക്കും. ഇപ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ സ്പാനിൽ ഈ രണ്ട് കോഎഫിഷ്യൻറ്റും സപ്പോർട്ടിൽ ഈ രണ്ട് കോഎഫിഷ്യൻസും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇമ്പോസ് ലോഡ് സെക്കൻഡ് കേസാണിത്, സെക്കൻഡ് കേസിൽ ഇങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് കേസസ്. അപ്പം നമ്മൾ ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും വെച്ച് ചെയ്ത് നോക്കുക. ക്ലിയർ? അതേപോലെ ഷിയർ കോഎഫിഷ്യൻറ്റിനും ഷിയർ ഫോഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. സപ്പോർട്ടിലായിരിക്കും കൂടുതൽ ഷിയർ ഫോഴ്സ്. ഓക്കെ, so at end support, then at support next to end support, and at all other interior support. Okay, and dead load and imposed load, അപ്പോൾ രണ്ട് കണ്ടീഷനും അതിൻ്റേതായിട്ടുള്ള റേഷ്യോസ് ഉണ്ട്. ഓക്കെ, കോഎഫിഷ്യൻറ്റ് വാല്യൂസ് ഉണ്ട്. സോ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ദർ ആർ ടു കേസസ്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഫിക്സ്ഡ് ആൻഡ് ലൈവ് ലോഡ് നോട്ട് ഫിക്സ്ഡ്. ഓക്കെ, ഏത് കേസിലായാലും നമ്മൾ കോഎഫിഷ്യൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഏതാണോ കറസ്പോണ്ടിങ് കേസ് അതിലെ കോഎഫിഷ്യൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അഗെയിൻ നമ്മൾ മെയിൻ ബാർസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെയിൻ ബാർസ് സപ്പോർട്ടിലാണെങ്കിൽ ടോപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, സ്പാനിലാണെങ്കിൽ ബോട്ടത്തിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എപ്പോഴും ലോങ്ങർ സ്പാനിൽ പാരലായിട്ടാണ്. ഓക്കെ, സപ്പോസ് നമുക്കിങ്ങനെ സപ്പോർട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ സപ്പോർട്ട് ആൻഡ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ രണ്ട് ബീംസ്, ഇങ്ങനെ ബീംസും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ടർ സ്പാൻ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി ലോങ്ങർ സ്പാൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോർട്ടർ സ്പാനിന് എലോങ് ആയിട്ടായിരിക്കും ഇങ്ങനെയായിരിക്കും മെയിൻ ബാർ കൊടുക്കേണ്ടത്, അല്ലേ? മെയിൻ ബാർ ഇങ്ങനെയായിരിക്കും കൊടുക്കേണ്ടത്. ഇത് ബോട്ടത്തിലാണ് ഇത് കൊടുക്കുന്നത്, മെയിൻ ബാർസ് സ്പാനിൽ. ഓക്കെ, അപ്പോൾ ഇതിന് ഇങ്ങനെ കൊടുക്കുന്ന, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമുക്കിത് ഒറ്റൊരു സ്ട്രിപ്പായിട്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ടോപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, സോ ടോപ്പിൽ എന്താ ചെയ്യുക? ടോപ്പിൽ സപ്പോർട്ടിൽ ടോപ്പിൽ ബാസ് കൊടുക്കും. ഓക്കെ, ഇവിടെയും അതുപോലെ ഇവിടെ. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ വി പ്രൊവൈഡ് മെയിൻ ബാർസ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എപ്പോഴും ഈ ലോങ്ങർ സ്പാനിന് പാരലായിട്ടായിരിക്കും കൊടുക്കുക. ഇങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ബാർസ് കൊടുക്കുക. ക്ലിയർ? ആൻഡ് മെയിൻ ബാർസ് എപ്പോഴും ഷോർട്ടർ സ്പാനിന് പാരലായിട്ടായിരിക്കും, ഈ ബ്ലൂ കളർ. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡിസൈൻ ഓഫ് കണ്ടിന്യൂസ് വൺ വേ സ്ലാബ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഎഫിഷ്യൻ്റ് എടുക്കുന്നത് മാത്രമാണ് വ്യത്യാസമുള്ളത്. പിന്നെ നമ്മൾ ഡീറ്റെയിലിംഗ് ഡ്രോയിങ്ങും വ്യത്യാസമുണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെ ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ടോപ്പിലും ബോട്ടത്തിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ടോപ്പിലെ AST ബോട്ടത്തിലെ AST നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം.